ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്നാക്സ് ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുന്നവരോട് വളരെ നല്ല മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇതുപോലെ ചെയ്യാൻ പേടിയുള്ളവരാണോ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇതിന് ഫസ്റ്റ് ഒരു ക്യാഷ് കയ്യിലെടുക്കാൻ ഇല്ലാത്തവരാണോ? എങ്കിലും ഒരു ഐഡിയ പറഞ്ഞുതരാം. ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പറയാൻ പോണ ഐഡിയ നിങ്ങൾക്ക് ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം. ആയതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും സ്കിപ്പ് ചെയ്ത് ഈ വീഡിയോ കാണണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. ഞാനിന്ന് പറയാൻ പോണത് ഞാൻ വിജയിപ്പിച്ചെടുത്ത ഒരു സംരംഭത്തിനെ കുറിച്ചിട്ടാണ്. ഇത് വെറും ഒരു സ്റ്റോറിയല്ല, ഇത് നടന്നിട്ടുള്ള റിയൽ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഈ സ്റ്റോറി നടക്കുന്നത് 2018 2018 ഒരു കുഞ്ഞു സംരംഭം വീട്ടിൽ നിന്ന് തുടങ്ങിയിട്ട് വിജയിപ്പിച്ച കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്ത് നോക്കാം. 2018 എനിക്ക് വീട് പണി നടക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ പോയിട്ട് നിൽക്കുകയുണ്ടായി. അങ്ങനെ സ്വന്തം വീട്ടിൽ പോയി നിന്നിട്ട് അവിടെ സ്വന്തം വീട്ടിലാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ടൈമും നമുക്ക് തോന്നുമ്പോൾ പണിയെടുക്കുക, അങ്ങനത്തെ നമ്മളെ ഇഷ്ടത്തിന് ജീവിക്കാമല്ലോ. അങ്ങനെ ഒരു സമയത്ത് ഞാനിങ്ങനെ പണിയൊക്കെ പെട്ടെന്ന് വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഇപ്പുറത്തെ വീട്ടിലുള്ള താത്തമാരോട് ഫുൾ ടൈം സംസാരിച്ച്, ഞാൻ നല്ല സംസാരിക്കുന്ന ആളാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ കഥ പറഞ്ഞിരുന്ന് ഞങ്ങൾ സമയം അങ്ങനെ തീർക്കുന്ന ഒരു സമയമാണ് കേട്ടോ. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ വീടുകളുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പെട്ടെന്ന് പണിയൊക്കെ തീർത്ത് ഏതെങ്കിലും ഒരു വീടിൻ്റെ ചേരിയിൽ വന്നിരുന്നിട്ട് അങ്ങനെ സംസാരിച്ച് കഥയൊക്കെ പറഞ്ഞ് ചിരിച്ച് മറിച്ച് അങ്ങനെ ഇരിക്കും. അങ്ങനെ ഒരു ദിവസം ഞാൻ പറഞ്ഞു, നമ്മൾ എത്ര ടൈമാണ് ഇങ്ങനെ വേസ്റ്റ് ആക്കണം, നമുക്ക് എന്തെങ്കിലും ചെയ്തുകൂടെ, നമുക്ക് അറിയുന്ന എന്തെങ്കിലും കാര്യം. ഓരോരാളുകൾ രാവിലെ എണീറ്റ് അതാ ജോലിക്ക് പോണ്. അപ്പോൾ അന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിൽ 1 രൂപ എന്ന് പറഞ്ഞാൽ 1 രൂപ ഇല്ല കേട്ടോ. ഈ സമയത്ത് സ്വന്തമായിട്ട് ഹസ്ബൻഡിൻ്റെ അടുത്തൊക്കെ പൈസ ഉണ്ടാകും, പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് 1 രൂപ പോലില്ല. ഈ സമയത്ത് ഞാൻ പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും ചെയ്തുകൂടെ, നമ്മൾ മാത്രം ഇങ്ങനെ ചോറും കറിയും വെച്ചിരുന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് 1 രൂപ ഉണ്ടോ അല്ലേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ ആലോചിച്ച് നമുക്ക് എന്താ ചെയ്യാൻ. കുറച്ച് നെയ്റ്റുകൾ എടുത്തിട്ട്, അതായത് നമ്മൾ ഈ നാട്ടുവർത്താനം പറഞ്ഞിരിക്കുന്ന സമയത്ത് തലയിൽ ഉദിച്ചതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നാ നമുക്കും ചെയ്യാൻ പറഞ്ഞ് എൻ്റെ കൂടെ ഈ 2 താത്തമാരും കൂടി. അപ്പോൾ ഇവർ പറഞ്ഞു, എന്നാൽ പിന്നെ എന്താ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് കുറച്ച് നെയ്റ്റി എടുത്തിട്ട് വിൽക്കാം. 3 ആൾക്കും കൂടെ കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് നെയ്റ്റി എടുത്തിട്ട് നമുക്ക് ഹോൾസെയിലായിട്ട് എടുത്തിട്ട് റീറ്റെയിലായിട്ട് വിൽക്കാം. അപ്പോൾ ഇത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ളവരടുത്തൊക്കെ പറയാം. അങ്ങനെ ഞങ്ങളിങ്ങനെ കൂട്ടി വെക്കുമ്പോൾ അതിൽ അത്ര വലിയ ലാഭമൊന്നുമില്ല, ഞങ്ങൾക്ക് അതിനോട് അത്ര വലിയ ഇൻട്രസ്റ്റ് വന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു, ഞങ്ങൾ എങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഇപ്പം എനിക്ക് ഓർമ്മയില്ല. ആ സമയത്ത് ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞു, നമുക്കെന്നാൽ കുറച്ച് സ്നാക്സ് ഓർഡർ പിടിച്ചിട്ട് സെയിൽ ചെയ്താലോ. അപ്പം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന 3 ആൾക്കും സ്നാക്സ് ഉണ്ടാക്കാൻ അറിയാം. എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് ഉന്നക്കായും ചിക്കൻ കായും ചിക്കൻ പത്തിരിയും അതുപോലെ തന്നെ ഇറച്ചിപ്പത്തിരിയും മലബാർ പത്തിരിയും ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. കിളിക്കൂട്, തേങ്ങാമുറി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കില്ല, നമ്മൾ എവിടെ നിന്ന് ഉണ്ടാക്കും, എങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ ഞാൻ പറയും, എൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കും, എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നമുക്കൊരു പന്തൽ പോലെ കെട്ടാം. അങ്ങനെ ഞങ്ങളൊരു പന്തൽ പോലെ കെട്ടി. ആ പന്തൽ കെട്ടണതിന് മുന്നേ ആദ്യം ഇത് എവിടേക്ക് കൊടുക്കണ്ടേ, അങ്ങനെ കൊടുക്കാൻ വേണ്ടി നമ്മളിത് എവിടെ കൊണ്ടുപോയി വിൽക്കും. അങ്ങനെ നമ്മൾ അടുത്തുള്ളവരൊക്കെ വാങ്ങിക്കും. അപ്പോൾ ഒരാൾ പറഞ്ഞു, അടുത്തുള്ളവർ എത്ര ദിവസം വാങ്ങും, എന്നാൽ വേണ്ട നമുക്ക്, ഞാൻ പറഞ്ഞ് ഒരു കാര്യം ചെയ്യാം, നമുക്ക് 2 ആൾക്കും 3 ആളിൽ ഒരാളെ ടൗണിലേക്കൊന്നും കാര്യമായിട്ട് അങ്ങനെ പോകാനുള്ള പെർമിഷനും കാര്യങ്ങളും ഇല്ല. പെർമിഷൻ ഇല്ലയെന്ന് വെച്ചാൽ ഇതൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പോണത്, വെറുതെ പോവല്ലല്ലോ. അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് വിടുന്ന ഒരാളെയും കൂട്ടി ഞാൻ എന്ത് ചെയ്ത്, നമുക്ക് പോയിട്ട് കടകളിലൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. ഞങ്ങൾ വീട്ടിലിങ്ങനെ സ്നാക്സൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇന്ന ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. അന്ന് ഫസ്റ്റായിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഉന്നക്കായും ചിക്കൻ കായും സമൂസ ഇതൊക്കെ നമുക്ക് കൊടുക്കാം. എന്നാൽ പിന്നെ നമ്മൾ പോയി ചോദിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്ത് ഷോപ്പുകളിൽ നമ്മളടുത്തുള്ള ടൗണിൽ ഒരു 10 ഷോപ്പുകളിൽ പോയി ചോദിച്ചു. ആ സമയത്ത് കൊറോണേൻ്റെ ഒക്കെ മുന്നെയാണ് കേട്ടോ, നല്ല കാലമാണ്. അപ്പോൾ ആ സമയത്ത് കടകളിലൊക്കെ ചോദിച്ചപ്പോൾ ഓരോ കടയിൽ നിന്ന് തന്നെ 10-60 കടികളൊക്കെ ഞങ്ങൾക്ക് ഓർഡർ തന്നു. അങ്ങനെ ഈ 10-60 കടികളൊക്കെ ഓർഡർ തന്ന സമയത്ത് കൊള്ളാലോ, ഇതെന്ന പരിപാടി നമുക്ക് തുടങ്ങുകയല്ലേ. അങ്ങനെ ഫസ്റ്റ് ഡേ തുടങ്ങണമെങ്കിൽ വീടിൻ്റെ അടുക്കളയിലൊന്നും ഇത് ആർക്കും പറ്റൂല, നമ്മളെ വീടിൻ്റെ അടുക്കളയൊക്കെ അടുപ്പിക്കൂല. കാരണം നമുക്ക് തോന്നിയൊരു കാര്യം നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് സ്ഥലമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എൻ്റെ വീടിൻ്റെ മുറ്റം തന്നെ ഒരു സൈഡ് ഞാൻ കണ്ടുപിടിച്ചിട്ട് അവിടെ ഒരു ദാർപ്പായി വലിച്ചു കെട്ടി അതിൻ്റെ ഇടയിലൊരു മേശ ഇട്ട് അവിടെ ഒരു വേണ്ടാത്തൊരു കട്ടിലുണ്ടായിരുന്നു. ആ കട്ടിലും കൊണ്ടിട്ട് ഇതാണ് ഞങ്ങളെ വർക്ക് സ്പേസ്, അവിടെ ഇരുന്നിട്ട് നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത് കയ്യിലുള്ള 100-300 രൂപയൊക്കെ ഒപ്പിച്ച് ഓരോ ആളുകൾ, ഒരാൾ ചിക്കൻ വാങ്ങി, ഒരാൾ ഉള്ളി വാങ്ങി, ഒരാൾ അരിപ്പൊടി വാങ്ങി, തട്ടിക്കൂട്ടി ഒരു ഗ്യാസ് അടുപ്പ് എവിടുന്നോ സംഘടിപ്പിച്ച് ഒരു ഗ്യാസും കുറ്റി ഞങ്ങൾ എങ്ങനെയൊക്കെയോ നിറച്ച്. ഇതാണ് ഞങ്ങളെ ഫസ്റ്റ്
ഇൻവെസ്റ്റ്മെൻറ്റ് കേട്ടോ. അതിലങ്ങോട്ട് തുടങ്ങി ഫസ്റ്റത്തെ ദിവസം കടി കൊടുത്ത് അപ്പോൾ തന്നെ നമുക്ക് എന്താക്കും, പൈസ കിട്ടുമല്ലോ. ഈ പൈസക്ക് നമ്മൾ നെക്സ്റ്റ് ഡേക്കുള്ള സാധനങ്ങൾ വാങ്ങി. അങ്ങനെ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും തുല്യമായിട്ട് എടുത്തോണ്ട് തന്നെ ഇപ്പോൾ 300 രൂപയാണ് ഞങ്ങൾക്ക് കിട്ടുന്നതല്ല, 1000 രൂപയാണ് കിട്ടുന്നത് വിചാരിക്കുക. 1000 രൂപക്ക് കടി വിറ്റിട്ടുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ നാളത്തേക്കുള്ള സാധനം വാങ്ങാനുള്ള പൈസ വാങ്ങിയിട്ട് ബാക്കിയുള്ള പൈസ ലാഭമോ കൂലി പിന്നെ മുതലൊന്നുമില്ല, തുല്യമായിട്ട് അങ്ങോട്ട് വീതിക്കും. ഒരാൾക്ക് 100 മറ്റേക്ക് 100, ഒരാൾക്ക് 110 ആണെങ്കിൽ മറ്റേക്ക് 110. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് തുടങ്ങി. ഈ ഒരു സംരംഭം ഉണ്ടല്ലോ അങ്ങോട്ട് വിജയിച്ചിട്ട് ഒരുപാട് ഓർഡറുകൾ അങ്ങ് വരാൻ തുടങ്ങി. നമ്മളെ വീട്ടിലെ ആളുകൾ വന്നിട്ട് ക്യൂ നിൽക്കാൻ തുടങ്ങി കടികൾ. നമ്മളെ കടി ക്വാളിറ്റി ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാനിപ്പോൾ ഇത് പറഞ്ഞു തന്നത് എന്തിനറിയാം, ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ആരെങ്കിലും പണിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാനൊരു വിറയലൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ നമ്മളെ വൈബിനൊത്ത ആളുകളെ തൊട്ടടുത്ത വീട്ടിലോ അല്ലെ ഫാമിലിയിലോ ഒക്കെ കണ്ടുപിടിക്കുക. അങ്ങനെ അറിഞ്ഞു വന്നിട്ട് പിന്നെ പള്ളിയിൽ നിന്നൊക്കെ നമുക്ക് ഓർഡർ കിട്ടാൻ തുടങ്ങിയിട്ടോ നോമ്പിനൊക്കെ. അതൊക്കെ ഡെയിലി 400-500 കടികളാണ് കേട്ടോ. പിന്നെ ഓരോ ആളുകൾ വന്നിട്ട് ഫംഗ്ഷനും അതുപോലെ നിശ്ചയം, കല്യാണം, അങ്ങനത്തെ സൽക്കാരം കാര്യങ്ങൾക്കൊക്കെ സ്നാക്സുകൾ ഓർഡർ ചെയ്യാൻ തുടങ്ങിയിട്ടോ. അതും 300, 400, 500. അപ്പോൾ ഈ 2-3 ആളുണ്ടാകുമ്പോൾ എന്താ പറയുക, നമ്മൾ കഥയും സംസാരവും ഒക്കെ പറഞ്ഞ് നമ്മളങ്ങനെ അടിപൊളിയായിട്ട് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ വൈബിനെത്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് മടുപ്പില്ലാതെ ചെയ്യാൻ പറ്റും. അങ്ങനെ ആ സമയത്ത് ഞങ്ങൾ വെറുതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തല്ലേ ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംസാരം കാര്യങ്ങളായിട്ട് മുടങ്ങിയിട്ടുമില്ല. ഞങ്ങൾക്ക് അതിൻ്റെ കൂടെ ഒരു വരുമാനം ഉണ്ടായി. കുറേ ആളുകൾ സ്നാക്സിൻ്റെ കാര്യങ്ങൾ അതിലൂടെ അറിഞ്ഞ് അന്നത്തെ ഒരു സ്നാക്സ് ബിസിനസ് വിജയിച്ച്. പിന്നെ ഞാൻ കൊറോണ സമയത്ത് ഇത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. കൊറോണ സമയത്ത് സ്റ്റോപ്പ് ചെയ്ത സമയത്ത് എൻ്റെ കൂടെ ഉള്ളവരൊരു മുൻകൈ എടുത്തിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ ഇന്ന് അടിപൊളിയായിരുന്നു. പക്ഷേ കൊറോണ സമയത്ത് ഞാൻ എൻ്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അത് സ്റ്റോപ്പ് ചെയ്തത്. പിന്നെ നമ്മൾ വീട് അവിടെ നിന്ന് മാറി വീട്ടിൽ താമസം തുടങ്ങി. അങ്ങനെയൊക്കെ ആയിട്ട് അത് നിർത്തേണ്ടി വന്നു കേട്ടോ. പക്ഷേ ഇന്നും അന്ന് ആ സ്നാക്സ് ഉണ്ടാക്കിയതിൻ്റെ പേരിലാണ് ഇന്നും എനിക്ക് ഇത്ര ഓർഡറുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തവർ, എനിക്ക് കഴിയൂല എന്നൊക്കെ തോന്നുന്നവരാണെങ്കിൽ നമ്മൾക്ക് പറ്റിയ ആളുകളെ കണ്ടുപിടിക്കുക. എന്നിട്ട് കടകളിലോ എവിടെയാണോ ഇനി ഒരു സ്റ്റാൾ ഇട്ടിട്ടോ സ്വന്തമായിട്ടോ ഒക്കെ വിൽക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർ. പിന്നെ താല്പര്യമില്ലാത്തവർ ഇങ്ങനത്തെ ഒരു മേഖലയിലേക്ക് ഒരിക്കലും ഇറങ്ങരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. കാരണം പണിയെടുക്കാതെ 100 രൂപ നമ്മളെ പേഴ്സിൽ എത്തണം എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പണി നല്ലപോലെ ഉണ്ടാകും. അതൊക്കെ എൻജോയ് ചെയ്തിട്ട് ചെയ്യാമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ഇട്ട് വരാം. ബൈ ബൈ.